ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് ഇടുന്ന വീഡിയോ നമ്മൾ എല്ലാ ടേബിളുകൾക്കും റിസപ്ഷൻ ടേബിളുകൾ, മാനേജ് ടേബിൾ, ഓഫീസ് ടേബിളുകൾ ഇതെല്ലാം ചെയ്യുന്ന ടേബിളുകളുടെ എഡ്ജ് ബാൻഡുകൾ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടാണ്. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ കാരണം നമ്മുടെ ടേബിളുകൾ എഡ്ജ് ബാൻഡ് SR ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അത് പൊളിഞ്ഞു വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ SH വെച്ച് ഉപയോഗിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്രയും മാസം ടേപ്പ് നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും ചെയ്യുന്ന വർക്ക് തന്നെയാണ്, എങ്കിലും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ എഡ്ജിൽ പിടിച്ച് നമ്മൾ വലിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊളിഞ്ഞു പോരാൻ സാധ്യതയുണ്ട്. SR വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് മാക്സിമം നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കും. ഇതൊരു മാനേജേഴ്സ് ടേബിളാണ്, മാനേജർ ടേബിൾ. നമ്മൾ സാധാ SH വെച്ചിട്ടാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഇത് ഓണേഴ്സ് ടേബിളാണ്. നമ്മളിവിടെ കോർണറിൽ 45 കൊടുത്തിട്ടുണ്ട്. 45 ഡിഗ്രി കട്ട് ചെയ്തിട്ടാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഇവിടെയുണ്ട്, അതുപോലെ ഈ ഭാഗത്തും ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരെ ഇൻസൈഡിൽ, അതായത് ഈ ഭാഗത്ത് നമ്മൾ കസേര ഇട്ടിട്ട് ഫ്യൂച്ചറിൽ നമ്മളിവിടെ ഇട്ടുകൊണ്ട്, കസേര ഇട്ടുകൊണ്ട് നമ്മൾ ടേബിളിൻ്റെ പിടിച്ചിട്ട് നമ്മൾ കസേര തള്ളി നീക്കുകയോ വലിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ എഡ്ജ് ബാൻഡ് പൊളിഞ്ഞു പോകാൻ സാധ്യതയാണ്. അതാണ് സ്പെഷ്യലായിട്ട് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇത് പല ആൾക്കാരും ചെയ്തിട്ടുണ്ടാകാം. ഞാൻ എൻ്റെ രീതിയിൽ, ഞങ്ങളുടെ രീതിയിൽ ചെയ്തിരിക്കുന്ന വർക്കാണ്. ഇതൊരു ലോഡ്ജിൻ്റെ വർക്കാണ്. ഇതിൽ വന്നിരിക്കുന്ന ഓഫീസ് ടേബിളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഏതൊരു കാർപ്പൻറ്റേഴ്സിനും എളുപ്പമായി ചെയ്യാൻ പറ്റുന്ന വർക്കല്ല. ഇത് കുറച്ച് റിസ്ക്കാണ്, സമയം കൂടുതൽ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ക്വാളിറ്റി കുറച്ച് കൂടുതൽ കൊടുക്കാൻ സാധിക്കും. നമ്മൾ എഡ്ജ് ബാൻഡ് SR വെച്ച് ഒട്ടിക്കണേക്കാളും ക്വാളിറ്റി കിട്ടും SH വെച്ച് ഒട്ടിക്കുകയാണെങ്കിൽ. SH എന്ന് പറയുന്നത് ഫെവിക്കോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക.